നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദേവപ്രിയയുടെ കാര്യം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇച്ചാപ്പിയാണ്. ഇച്ചാപ്പീസ് വേൾഡ് എന്ന് പറയുന്നൊരു യൂട്യൂബ് പേജൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇച്ചാപ്പി ഭയങ്കര ഫേമസ് ആണ്. പേളി മാണി ഉൾപ്പെടെ ഇച്ചാപ്പിയുടെ ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടറാണ്, എപ്പോഴും കൂടെ നിൽക്കാറുണ്ട്. ഇച്ചാപ്പിയുടെയൊക്കെ വ്ളോഗൊക്കെ തുടങ്ങുന്ന സമയത്ത് പലർക്കും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കാം. ഒരു ചെറിയ വീട്, അണ്ണാങ്കുഞ്ഞ്, ഇതൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. പിന്നീട് പുള്ളിക്കാരി തന്നെ വർക്ക് ചെയ്ത് സ്ട്രൈവ് ചെയ്ത് ഹാർഡ് ചെയ്ത് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും പോലെ തന്നെ മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് ചാപ്പി. പക്ഷേ കഴിഞ്ഞ ദിവസം ചാപ്പിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി എന്നാണ് ചാപ്പിയുടെ പേര്, നമുക്ക് ശ്രീലക്ഷ്മി എന്ന് വിളിക്കാം. ശ്രീലക്ഷ്മി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, കല്യാണത്തലേന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോയിൽ വരൻ സൗരവ് എന്നാണ് പേര്, അപ്പു എന്നാണ് വിളിക്കുന്നത്. സൗരവാണ് വരൻ. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള കാര്യം അവർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ് ചെയ്തത്. അതായത് 22 ഡിസംബറാണ് പോസ്റ്റ് ചെയ്തത്, കല്യാണത്തലേന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒന്നും വന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ശ്രീലക്ഷ്മി തന്നെ പറയുന്നത്, ഞാൻ മറ്റ് ഓൺലൈൻ മീഡിയ ഒന്നും ക്ഷണിക്കുന്നില്ല, വിവാഹത്തിനോ ഒന്നും തന്നെ വിളിക്കുന്നില്ല, കാരണം ഞാൻ അത്രയും വലിയ ഉയരത്തിലേക്ക് എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ്, കാരണം ഞാൻ വളരെ സ്വപ്നമായി ആഗ്രഹിച്ച് ചെയ്ത് എടുത്ത വീടാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ വിവാഹം നടത്തണം. ആൻഡ് മറ്റൊരു കാര്യം കൂടി ശ്രീലക്ഷ്മി പറയുന്നത്, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നില്ല, എൻ്റെ പൈസയ്ക്ക് കൊണ്ട് തന്നെ ഈ വിവാഹം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും കൂടി പറയുമ്പോൾ, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയൊരു വ്യക്തി സ്വന്തമായി നടത്തുന്ന വിവാഹം സ്വന്തം ഇഷ്ടത്തിൽ തനിക്ക് പ്രിയപ്പെട്ട സ്ഥലത്ത് പ്രിയപ്പെട്ട വ്യക്തിയോടൊപ്പം നടത്തുന്ന വിവാഹമായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇതിനെ എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ കല്യാണത്തലേന്ന് പറയുന്ന വീഡിയോയിൽ ഒരു 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 ഡ്രസ്സ് ഇടുന്നുണ്ട് ഈ ശ്രീലക്ഷ്മി. പക്ഷേ ഈ ശ്രീലക്ഷ്മിയുടെ ഈ ഡ്രസ്സിനെ വിമർശിക്കുന്ന ഒരു വലിയ സമൂഹം ആ കമൻറ്റ് സെക്ഷനിൽ കാണാം. പക്ഷേ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് അവരുടെ ഇഷ്ടമല്ല, അവരുടെ കല്യാണമാണ്, അവരുടെ ഇഷ്ട ദിവസമാണ്, അതവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്നുള്ള വാദിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളും നിൽക്കുന്നുണ്ട്. അപ്പം ഇച്ചാപ്പി എന്ന് പറയുന്ന ഇച്ചാപ്പിയുടെ വിവാഹം അതൊരു ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും സോഷ്യൽ മീഡിയ നിൽക്കുകയാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ വിവാഹം, ഡിവോഴ്സ്, ഇതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ദേവപ്രിയയുടെ കാര്യം കൂടെ പറഞ്ഞത്. ദേവപ്രിയയുടെ വിവാഹം ഉൾപ്പെടെ ചർച്ചയാവുന്നത് നമ്മൾ കണ്ടതാണ്. അത് ദേവപ്രിയ 19 വയസ്സുകാരിയും 31 വയസ്സുകാരനൊരു സൈക്കോളജിസ്റ്റുമായിട്ട് എങ്ങനെ വിവാഹം കഴിക്കാൻ തോന്നി എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കണം. അപ്പോൾ 2 വർഷം മുമ്പാണ് ഇരുവരും പരിചയപ്പെട്ടെന്ന് പറയുമ്പോൾ ദേവപ്രിയയ്ക്ക് 17 വയസ്സേ ഉള്ളൂ, ഈ സൈക്കോളജിസ്റ്റിന് 29 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടാൻ കഴിയുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് അല്ലാണ്ട് ഒരു ഭാഗത്ത് സമൂഹ മാധ്യമങ്ങളിൽ അത് ചർച്ചയാണ്, മറ്റൊരു ഭാഗത്ത് ഇച്ചാപ്പിയുടെ വിവാഹമാണ് ഒരു തരത്തിൽ ചർച്ചയാകുന്നത് എന്നതും കൂടെ പറയാം. പക്ഷേ മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊന്നും കൂട്ടാത്തത് കൊണ്ട് തന്നെ വളരെ പ്രൈവറ്റായിട്ട് നടത്താൻ പോകുന്ന ഒരു വിവാഹമായിട്ടാണ് പറഞ്ഞത്. വിവാഹം കഴിഞ്ഞു, കാരണം കല്യാണ തലേന്ന് പറഞ്ഞുകൊണ്ടാണ് 22-ാം തീയതിയിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാകണമല്ലോ, കാരണം നമുക്ക് വേറെ ഡീറ്റെയിൽസോ ഒന്നും അതിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. ഈ സൂരജുമായിട്ടുള്ള പിക്സ് ഇട്ടപ്പോൾ മുതൽ തന്നെ പലരും ഇങ്ങനെയൊരു കമൻസ് ഒക്കെ തന്നെയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ പുതിയ ലൈഫിലേക്ക് ഞാൻ കടക്കുകയാണെന്ന് പോലും ഇച്ചാപ്പി പറയുമ്പോൾ പോലും ഇപ്പോൾ ഇത് തന്നെയുള്ള വേറൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നുണ്ട്. അതായത് ഇച്ചാപ്പിയുടെ ഇതുപോലത്തെയുള്ള വീഡിയോസ്, കോണ്ടൻസ്, കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ വൈറലായിട്ടുണ്ട്. കാരണം വളരെ താഴെത്തട്ടിൽ നിന്ന്, ഭയങ്കര താഴെത്തട്ടിൽ ഇൻ ദ സെൻസ് സാമ്പത്തികമായി വളരെ താഴെത്തട്ടിൽ നിന്നും തുടങ്ങിയ ആളാണ് ഇച്ചാപ്പി. പിന്നീട് തൻ്റെ വ്ളോഗ്സ് അല്ലെങ്കിൽ തൻ്റെ സ്റ്റൈൽ കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെയാണ് തൻ്റെ ഫാൻ ഫോളോയിങ് എല്ലാം സൃഷ്ടിച്ചതും. അങ്ങനെ ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് ഇച്ചാപ്പി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നൊക്കെ പറയുകയും കുറേയധികം ഫോട്ടോഷൂട്ട്സൊക്കെ ഇച്ചാപ്പി ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോഷൂട്ട്സൊക്കെ ആയിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിരുന്നു. പക്ഷേ ഒരു കാര്യം കൃത്യമായിട്ട് ഇച്ചാപ്പി പറയുന്നുണ്ട്. ആ ഒരു പോർഷനാണ് ഏറ്റവും ഒരു എന്താ പറയുക, ഒരു നിർണായകമാവുന്ന ഒരു പോർഷനായിട്ടും എല്ലാവരും പറയുന്നത്. അതായത് ഇത്രയധികം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് നിന്നിട്ട് പോലും അങ്ങനെ ഒരു സെലിബ്രിറ്റിക്ക് ജാട കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. അതിൻ്റെ കാര്യം കൂടി പറയാം. വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാ യൂട്യൂബേഴ്സിനെയും വിളിച്ച് ക്യാമറയും തിരക്കുകളും ഒക്കെയായി നടത്താനുള്ള ഒരു നിലയിൽ ഇപ്പോൾ ഞാനില്ല. അത്രയും വളർച്ചയിൽ ഞാൻ എത്തിയെന്ന് തോന്നുമ്പോൾ നമുക്കൊരു റിസപ്ഷൻ നടത്താം. മാത്രമല്ല, വിവാഹം വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടാണ് കാണുന്നത്. പ്രൈവസി നഷ്ടപ്പെടുമെന്നതിനാൽ തന്നെയാണ് വിവാഹ തീയതി പുറത്തുവിടാത്തതെന്ന് ഇച്ചാപ്പി പറഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് കല്യാണ സാരി എടുക്കാനായി പോയ വിശേഷം ഇച്ചാപ്പി പങ്കുവച്ചിരുന്നു. പേളി മാണിയാണ് ഇച്ചാപ്പിയുടെ വിവാഹ സാരി സെലക്ട് ചെയ്ത് കൊടുത്തതെന്നൊരു പോസ്റ്റും കൂടി അതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ വിവാഹ ഡേറ്റ് ഉൾപ്പെടെ പോലും പറയാത്തൊരു സാഹചര്യത്തിലാണ്
നിൽക്കുന്നത്. പക്ഷേ കല്യാണ തലേന്ന് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോയും കൂടി പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇങ്ങനൊരു കാര്യം വരുന്നത്. അപ്പം ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ വിവാഹം അത്രയധികം സമൂഹ മാധ്യമങ്ങൾ സംസാരിക്കുകയും കൂടെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇച്ചാപ്പി എത്തുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ മലയാള സിനിമ ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വർഷത്തെ എങ്ങനെയായിരുന്നു ലാഭ നഷ്ട കണക്കുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചത്. കൂടുതൽ വാർത്തകൾ, വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് പുതിയൊരു എപ്പിസോഡിൽ നാളെ കാണാം. ബൈ.